അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷെയ്ഖുന ഖുതുബുൽ ആലം സി.എം. വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ സംബന്ധിച്ച ചർച്ച കേട്ടോ. ഷെയ്ഖുനാക്ക് ജദ്ബിൻ്റെ ഹാലെത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര വലിയ പ്രഷർ കയറുന്നത് എന്ന് ഇവരോട് ചോദിക്കുന്നു. ഷെയ്ഖുന മടവൂർ സി.എം. വലിയുള്ളാക്ക് ജദ്ബിൻ്റെ ഹാലുണ്ടായിരുന്നു എന്ന് എല്ലാ പണ്ഡിതന്മാരും പറയുന്നുണ്ട്. ഏതായാലും നൗഷാദ് ഒന്ന് പറയട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഷെയ്ഖുനാക്ക് മാനസിക നില തെറ്റി എന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾ എന്തിനാ അത്ര പ്രഷറിലായത് നമ്മളോട് ചോദിക്കണം. ഒരു വലിയ അങ്ങനെ ഉണ്ടായിക്കൂടെ ചോദിച്ചു. നിങ്ങൾ ഈ പറയുന്ന മസ്തും ജദുബൊക്കെ ഉണ്ടാകുന്ന വിലായത്തിന്റെ അഹ്ലുകാരുണ്ടായേക്കാം എന്നല്ല, ജന്ദ്രവിടെ ലൗട്ട് സംസാരിക്കണ്. ഉണ്ടായേക്കാം എന്നല്ല, ഉണ്ട്. അങ്ങനെ മസ്തും ജദുബൊക്കെ ഉള്ള ആളുകൾ ഉണ്ട്. അങ്ങനത്തെ ഒരു ആള് തന്നെയായിരുന്നു മഹാനായ ഷെയ്ഖുന മടവൂര് സി.എം. വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ ഞങ്ങളെ പണ്ഡിതന്മാരെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതും. പക്ഷെ ഇവിടെ ചർച്ച ചെയ്യുന്നത് ആരെ കുറിച്ചാണ് നിങ്ങൾ പഠിച്ചില്ല. ആയിക്കോട്ടെ, ഇവിടെ ചർച്ച ചെയ്യുന്നത് ആരെ കുറിച്ചാണെന്നാൽ അതൊന്ന് പറഞ്ഞോണ്ടാ. പഠിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് പഠിക്കാലോ. ഇവിടെ ചർച്ച ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വിലായത്തിന്റെ ആളെ കുറിച്ചല്ല. എന്നാ പിന്നെ ആരാണ്? ഒന്ന് പറയേ. ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ശൈഖുൽ മശായിഖായി, ഖുതുബുൽ ആലമായി, സുൽത്താനുൽ ഔലിയായി, ഖുതുബുൽ അഖ്താബായി വന്ന ശൈഖുനയെ കുറിച്ചാണ്. അതെ, ആ ശൈഖുന ആരാണെന്നൊന്ന് പറയ്. മനസ്സിലായോ? ഞങ്ങൾ മനസ്സിലാക്കിയ ശൈഖുന. അപ്പൊ അതാണ് മോയന്തേ എന്നോട് ചോദിക്കണത്, ആരാണ് ചർമ്മം കല്യാണം പറയാൻ പോയ മാതിരി ഞങ്ങൾ മനസ്സിലാക്കിയ ശൈഖുന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കതറിയോ? അതാരാണ് ഒന്ന് പറയേ. എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മശായിഖ് ഞങ്ങൾക്ക് പഠിപ്പിച്ച ശൈഖുന. എന്റെ മശായിഖ് പഠിപ്പിച്ച ശൈഖുന, അഥവാ മീനങ്ങാടി സുലൈമാനും കോമാട്ട് ചാലിൽ അബ്ദുള്ളയും പഠിപ്പിച്ച ശൈഖുന നമ്മൾ മനസ്സിലാക്കുന്നു. ശൈഖുന എന്ന് പറഞ്ഞതുകൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് മഹാനായ സി.എം. വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ സംബന്ധിച്ചായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നത്. ഏതായാലും മടവൂർ സി.എം. വലിയുല്ലാഹിനെ സംബന്ധിച്ചാണ് പറയുന്നത് എങ്കിൽ മടവൂർ സി.എം. വലിയുല്ലാഹി തങ്ങൾക്ക് ജദ്ബിൻ്റെ ഹാലുണ്ടായിരുന്നു. ആ അവസ്ഥയിൽ മഹാനവറുകൾ മാറിയത് കൊണ്ടാണല്ലോ അക്കാലഘട്ടത്തിൽ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത്. കണ്ണിയത്ത് ഉസ്താദാണല്ലോ അക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതൻ. കണ്ണിയത്ത് ഉസ്താദിനോട് അക്കാലഘട്ടത്തിൽ ഒരു പണ്ഡിതൻ ചോദിച്ചു, ശിഷ്യന്മാര് ചോദിച്ചു, അല്ല മടവൂര് സി.എം. വലിയുല്ലാഹി ഈ എന്താണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്, എന്താണ് നിങ്ങളെ അഭിപ്രായം എന്ന് മഹാനായ കണ്ണിയത്ത് ഉസ്താദിനോട് ചോദിച്ചപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത് മോലിയരൊക്കെ നല്ല മോലിയർ തന്നെയാണ്, പക്ഷെ താടി പഠിച്ചത് ശരിയായില്ല. മോലിയര് നല്ല മോലിയരൊക്കെ തന്നെയാണ്, താടി പഠിച്ചത് ശരിയായില്ല. അന്ന് മടവൂരിനെ സംബന്ധിച്ച് അന്നത്തെ പണ്ഡിതനായ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞിരുന്നു. ഈ വിവരം സി.എം. വലിയുള്ളാന്റെ ചെവിയിലെത്തിയപ്പോ സി.എം. വലിയുള്ള പറഞ്ഞതെന്താ? കണ്ണിയ മോലിയർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിയ മോലിയർ അങ്ങനെ പറയും. കണ്ണിയ മോലിയർ ഫിഖ്ഹിന്റെ മസ്അലയാണ് പറഞ്ഞത്, അത് പറയും. അങ്ങനെ തന്നെയാണുള്ളത്. കണ്ണിയ മോലിയർ അത് പറയണം. അതുകൊണ്ടാണ് ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ പെട്ട ആളാണ് മഹാനായ സി.എം. വലിയുള്ളാഹി. കാരണം എന്തുകൊണ്ട്? സി.എം. വലിയുള്ളാഹി നടക്കുന്ന ആ സമയത്ത് സി.എം. വലിയുള്ളാഹിനെ പിൻപറ്റണ്ട. ആ സമയത്ത് എന്ത് ചെയ്യരുത്? ശരീഅത്ത് പരമായിക്കൊണ്ട് എന്നെ പിന്തുടരേണ്ടതില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ലേ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സമയത്ത് ആ വിഷയത്തിലൂടെ എന്നെ പിന്തുടരേണ്ടതില്ല എന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം വെക്കേണ്ടത് നൗഷാദേ. എന്നിട്ടോ കണ്ണിയത്ത് ഉസ്താദിനെ സംബന്ധിച്ച് മോശമായിട്ട് എന്തെങ്കിലും മടവൂര് പറഞ്ഞോ? ഇല്ല, നല്ലതാ പറഞ്ഞത്, നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് അങ്ങനെയാണോ കാണിക്കണത്? കോമാട്ട് ചാലിൽ അബ്ദുള്ള അങ്ങനെയാണോ കാണിക്കണത്? മീനങ്ങാടി സുലൈമാൻ അങ്ങനെയാണോ കാണിക്കണത്? അല്ല. എന്നാൽ ഈ മടവൂര് സി.എം. വലിയുള്ളാക്ക് ജദ്ബിന്റെ എത്തിയിട്ടുമുണ്ട് എന്നുള്ളത് ചെറുശ്ശേരി ഉസ്താദ് തന്നെ പറയുന്നുണ്ട്. ചെറുശ്ശേരി ഉസ്താദ് പറയണമെന്ന് കേട്ടോക്ക്. ഒരു മജിദൂബായ ഒലീജാണ്. മൂപ്പര് ചിലപ്പോൾ നമ്മൾ സ്റ്റേജിൽ നമ്മൾ കാണൂല. നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ അങ്ങനെ മജിദൂബ് ജദ്ബിന്റെ ഹാലിലെത്തിയ വലിയൊരു മഹാനാണ്.
ചെറുശ്ശേരി ഉസ്താദാപ്പ ഈ പറയുന്നത് CMA എന്ന് പറഞ്ഞാൽ ഒരു മജ്ദൂബായ വലിയാണ്. മഹാനവറുകൾ നിസ്കരിക്കണമെന്ന് നമ്മൾ കണ്ടോളണമെന്നില്ല, കാണൂല. മാത്രല്ല റമദാനിന് പകല് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആരാ പറയണത്? ചെറുശ്ശേരി ഉസ്താദാ പറയണത്. ചെറുശ്ശേരി ഉസ്താദാ പറയണത്. ഇനി ചെറുശ്ശേരി ഉസ്താദിനെ സംബന്ധിച്ച് അനക്കെന്താ പറയാനുള്ളതെന്ന് പറഞ്ഞ? ഞങ്ങൾ ചെറുശ്ശേരി ഉസ്താദിന്റെ കൂടെ നിൽക്കുന്നു. മഹാനായ മടവൂര് CM വലിയുള്ള ഈ മജ്ദൂബാണ് എന്ന് പറഞ്ഞു ചെറുശ്ശേരി ഉസ്താദ്. എന്നിട്ട് ആ ചെറുശ്ശേരി ഉസ്താദിന്റെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു. ഞങ്ങൾ ചെറുശ്ശേരി ഉസ്താദിന്റെ കൂടെ നിൽക്കുന്നു. ഇതിനാണ് എന്നോട് ഞങ്ങൾ ചോദിക്കേണ്ടത്, എത്ര എന്തൊക്കെ ഉണ്ടായതാണെന്ന് എന്നോട് ഞങ്ങൾ ചോദിക്കേണ്ടത്. ഇനി എനിക്ക് എന്താ പറയാനുള്ളത്? ബാക്കി പറയാം. അത് കുഴപ്പമില്ല, ഞാൻ അവിടെ അങ്ങനെയും പറയും ഇവിടെ അങ്ങനെയും പറയും. എങ്ങനെയുണ്ട്? അത് കുഴപ്പമില്ല, ഞാൻ അവിടെ അങ്ങനെയും പറയും ഇവിടെ ഇങ്ങനെയും പറയും. അതാണ് എന്നോട് ചോദിച്ചത്. ഹലാലായ ഒറ്റത്തന്തക്ക് പറഞ്ഞ ഒരു ഉമ്മാക്ക് പ്രസവിച്ച ഒരു ഉപ്പാക്കുണ്ടായ നല്ല സമയത്ത് പ്രസവിച്ച ഇവനാണെങ്കിൽ എന്ന് എപ്പോഴും കുഞ്ഞേമ്മ ചോദിക്കലുണ്ടല്ലോ, അത് എന്നോടാ ചോദിക്കേണ്ടത്. ഇനി എനിക്ക് എന്താ പറയാനുള്ളത്? ഇനി അവന് പറയണ്ടോ? ഒന്ന് പറയട്ടെ. അതാണ് ഞങ്ങള്. അത് ശരിയാണ്. അതാ ഗുരുവട്ടൂരികൾ. അതാണ് ഗുരുവട്ടൂരികൾ. രാവിലെ പറഞ്ഞത് ഉച്ചക്ക് പറയില്ല, ഉച്ചക്ക് പറഞ്ഞ് രാത്രി പറയില്ല, രാത്രി പറഞ്ഞ് പിറ്റേന്ന് പറയില്ല. അങ്ങനെ ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നിന്റെ വെല്ലുവിളിക്ക് ആരും ഏറ്റെടുത്ത് വരാത്തത്. ഇനിയോ? ഇനി പറയാനുള്ളത് പറയട്ടെ. കുഴപ്പാക്കണ്ട, ഞാൻ അങ്ങനെ 2 സ്ഥലത്ത് 2 തന്നെയാണ് പറയല്. എങ്ങനെയുണ്ട്? കുഴപ്പാക്കൊന്നും വേണ്ട, ഞാൻ 2 സ്ഥലത്ത് 2 തന്നെയാണ് പറയാറുള്ളത്. ശരി തന്നെയാണ്. 2013 ശേഷം നൗഷാദ് ഈ സംഘടനയിൽ നിന്ന് നൗഷാദിനെ കരിയേപ്പിന്റെ എടുത്തെറിയുന്ന മാതിരിയാണ് എടുത്തെറിഞ്ഞതിന് ശേഷം ഓരോ സമയങ്ങളിലും രാവിലെ പറഞ്ഞത് ഉച്ചക്ക് പറയില്ല, ഉച്ചക്ക് പറഞ്ഞ് രാത്രി പറയില്ല, രാത്രി പറഞ്ഞ് പിറ്റേന്ന് രാവിലെ മാറ്റി പറയും. ഇങ്ങനെ ആഴ്ചക്ക് ഓരോന്ന് മാറ്റും, ദിവസത്തിന് മാറ്റും, ആഴ്ചക്ക് മാറ്റും, മാസത്തിന് മാറ്റും, വർഷത്തിന് മാറ്റും. ഇപ്പൊ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെ കൂട്ടരെ ഇവന്റെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഇവനിലേക്ക് സംവാദത്തിനോ അല്ലെങ്കിൽ ഖണ്ഡനത്തിനോ അതല്ലെങ്കിൽ മുഖാമുഖത്തിനോ ആരെങ്കിലും ചെല്ലുവോ? ബുദ്ധിയുള്ള തലച്ചോറുള്ള അരി ആഹാരം കഴിക്കുന്ന ആരും ചെല്ലൂല. കാരണം എന്താ? ഇവൻ മാറ്റി മാറ്റി പറയും. എന്നിട്ട് അവിടെ എന്ത് ചെയ്യും? കുരഞ്ഞ് ഇഞ്ചടിച്ച വയക്കത്തിന് ഇളിയിളിച്ച് കാണ്ട് ഓനങ്ങോട്ട് കഴിച്ചിലാവും. അതുണ്ടാകുക. ബാക്കി പറയട്ടെ. ചൂടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകല്ല പൊന്നാര പമ്പേശേ. പറയുന്നത് മുഴുവൻ നോണേണ്. അപ്പൊ ഇനി അവസാനത്തിൽ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പോലും പറയാൻ കിട്ടാതായി. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പോലും പറയാൻ കിട്ടാതെ ഓന്റെ അവസ്ഥ നോക്കി നിങ്ങള്. ആരെങ്കിലും ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിച്ചാൽ അവസാനം അവനിക്ക് യതലജ്ലജ് ലിസാനുഹു ഇൻദൽ മൗത്ത്, മരിക്കണ സമയത്ത് ഓന്റെ നാവ് പെടപെടക്കുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയൂല. എങ്ങനെ? ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരാള് സംസാരിച്ചാൽ എന്ന് ഹദീസിലുണ്ട്. എന്നതുപോലെ ഇവന് പണ്ഡിതന്മാരെ പറഞ്ഞ് ഔലിയാക്കന്മാരുടെ പേരിൽ പച്ചക്കളവ് പറഞ്ഞ് പണ്ഡിതന്മാരെ ഗീബത്തും നമീമത്തും പറഞ്ഞ് ഇങ്ങനെ പരദൂഷണം പറഞ്ഞ് ഇവനിക്കെന്ത് ചെയ്തു? ഇവന്റെ നാവ് പെടപെടക്കൽ തുടങ്ങി. അല്ലാഹു തആല ഇവരുടെ ഷർറിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളുടെ ഔലിയാക്കന്മാരുടെ നേതാവ്, ഇന്ന് ജീവിച്ചിരിപ്പുള്ളവരിൽ നമുക്ക് ഔലിയാക്കന്മാരുടെ നേതാവ് റഈസുൽ ഉലമാം നമ്മുടെ റഈസുൽ ഉലമയാണ്. അതുപോലെ തന്നെ സുൽത്താനുൽ ഉലമയുമാണ് നമ്മളുടെ ഏറ്റവും വലിയ ഔലിയാക്കന്മാര്. അതുപോലെ തന്നെ ജിഫിരി മുത്തുക്കോയ തങ്ങള്, ഇവരൊക്കെ തന്നെയാണ് നമ്മളുടെ ഔലിയാക്കന്മാര് എന്ന് സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.